നമസ്കാരം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി അതിന്റെ കറൻസിയിലാണ് പ്രതിഫലിക്കുന്നത്. എന്നാൽ ഇന്ന് ആ ശക്തിയുടെ തൂക്കം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ രൂപ ഒരിക്കൽ ഗൾഫ് രാജ്യങ്ങളിലെ ശക്തമായ ഇടപാടുകളുടെ ഭാഗമായിരുന്ന ഈ കറൻസി ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ സമ്മർദ്ദങ്ങൾ, എണ്ണവിലയുടെ കുതിപ്പ്, യുദ്ധഭീഷണികൾ ഇവയുടെ പശ്ചാത്തലത്തിൽ രൂപയുടെ മൂല്യം ഗൾഫ് കറൻസികളോടും ഇടിയുകയാണ്. ഇതൊരു സാധാരണ സാമ്പത്തിക വാർത്തയല്ല, ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ ബാധിക്കാവുന്ന വലിയ മുന്നറിയിപ്പാണ്. ഈ വലിയ ഇടിവിന് പിന്നിലെ കാരണമെന്ത്? സാധാരണ ജനജീവിതത്തെ ഇത് എങ്ങനെ ബാധിക്കും? വിശദമായി നോക്കാം. ഇന്ത്യൻ രൂപയുടെ മൂല്യം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യങ്ങളും പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളും എണ്ണവിലയിലെ കുത്തനെ ഉയർച്ചയും വിദേശ നിക്ഷേപകർ പിൻവലിക്കുന്ന പ്രവണതയും എല്ലാം ചേർന്ന് രൂപയെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് തള്ളിയിരിക്കുകയാണ്. 2026 മാർച്ച് അവസാനം രൂപ ആദ്യമായി $1 94 രൂപയ്ക്ക് മുകളിൽ എത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് ഇന്ത്യയുടെ കറൻസി ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമാണ്. ഈ ഇടിവ് ഡോളറിനോടൊപ്പം മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലെ കറൻസികളോടും പ്രതിഫലിക്കുന്നു. അതായത് UAE ദിർഹം, സൗദി റിയാൽ, കുവൈറ്റ് ദിനാർ പോലുള്ള ശക്തമായ കറൻസികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ രൂപയുടെ വില കുറയുകയാണ്. ഈ ഇടിവിന് പ്രധാന കാരണം ആഗോള സാഹചര്യങ്ങളാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ സംഘർഷം, അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിൽ ഉണ്ടായ സംഘർഷങ്ങൾ എണ്ണവില കുത്തനെ ഉയരാൻ കാരണമായി. ചില റിപ്പോർട്ടുകൾ പ്രകാരം എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. എണ്ണവില ഉയർന്നാൽ ഇന്ത്യക്ക് കൂടുതൽ ഡോളർ ചെലവാക്കേണ്ടി വരും. അതിനാൽ ഡോളറിന്റെ ആവശ്യകത വർദ്ധിക്കുകയും രൂപയുടെ മൂല്യം കുറയുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിക്കുന്നതും രൂപയെ കൂടുതൽ ദുർബലമാക്കും. മാർക്കറ്റിൽ അനിശ്ചിതത്വം വർദ്ധിച്ചപ്പോൾ നിക്ഷേപകർ സുരക്ഷിതമായ ഡോളറിലേക്കാണ് മാറുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയും ശക്തമായ ഇടിവ് നേരിട്ടു. സെൻസെക്സ്, നിഫ്റ്റി സൂചികകൾ താഴ്ന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപ മൂല്യം നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂപയുടെ മൂല്യത്തകർച്ച ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ തൊഴിലാളികൾക്കും വലിയ ആഘാതമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്ന പണം രൂപയുടെ മൂല്യം കുറഞ്ഞാൽ കൂടുതൽ രൂപ ലഭിക്കുന്നത് കൊണ്ട് ചിലർക്ക് ഇത് ഗുണകരമാകാം. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും പഠനത്തിനും ജോലിക്കുമായി പോകുന്നവർക്കും ചെലവ് കുത്തനെ ഉയരും. അതുപോലെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വിലയും കൂടും. പെട്രോൾ, ഡീസൽ, കുക്കിംഗ് ഗ്യാസ് എന്നിവയുടെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നേരിട്ട് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിൽ പ്രതിഫലിക്കും. വിലക്കയറ്റം ഉയരാൻ ഇടയുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും രൂപയുടെ ഇടിവ് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. വിദേശ നാണയ ശേഖരം ഉപയോഗിച്ച് ഡോളർ വിറ്റ് രൂപയെ സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ആഗോള സമ്മർദ്ദം വളരെ ശക്തമാണ്. ഇതിനിടെ സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ പ്രവണത തുടർന്നാൽ ഇന്ത്യൻ വളർച്ചാ നിരക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് എണ്ണവില ഉയർന്ന നിലയിൽ തുടർന്നാൽ കറൻസി കൂടുതൽ സമ്മർദ്ദത്തിലാകും. ചരിത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യൻ രൂപ പല ഘട്ടങ്ങളിലും മൂല്യ തകർച്ച നേരിട്ടിട്ടുണ്ട്. 1991 സാമ്പത്തിക പ്രതിസന്ധി കാലത്തും രൂപ വലിയ തോതിൽ താഴ്ന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ പ്രത്യേകത ആഗോള ജിയോപൊളിറ്റിക്കൽ പ്രശ്നങ്ങളും എനർജി ക്രൈസിസും ഒരുമിച്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധം വളരെ ശക്തമാണ്. പഴയ കാലത്ത് ഗൾഫ് രൂപ എന്ന പേരിൽ ഇന്ത്യയുടെ കറൻസി തന്നെ ചില ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെന്ന ചരിത്രവുമുണ്ട്. എന്നാൽ ഇന്ന് അവിടുത്തെ കറൻസികൾ ലോകത്തിലെ ഏറ്റവും ശക്തമായവയായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ രൂപയുടെ മൂല്യ തകർച്ച ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക നിലയെയും ബാധിക്കുന്നു. കറൻസി ദുർബലമാകുന്നത് വിദേശ നിക്ഷേപകരുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കും. അതേസമയം കയറ്റുമതി മേഖലയ്ക്ക് ചില നേട്ടങ്ങളും ഉണ്ടാകാം. കാരണം രൂപ ദുർബലമായാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിൽ വില കുറഞ്ഞതാകും. എന്നിരുന്നാലും ഈ നേട്ടം മുഴുവൻ നഷ്ടപരിഹാരം നൽകില്ല. കാരണം ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രിതത്വം വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഇന്ധന മേഖലയിൽ. രൂപയുടെ ഈ ഇടിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജീവിത ചെലവിൽ പ്രതിഫലിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം തുടർന്നാൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ സാമ്പത്തികമായി കൂടുതൽ വെല്ലുവിളിയാകുന്നു. അതോ ഇന്ത്യ ഈ പ്രതിസന്ധിയെ മറികടക്കുമോ? സമയം മാത്രമേ അതിന് ഉത്തരം പറയൂ.